പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു യുവാവ് മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ഒരു യുവതി ഇൻസ്റ്റഗ്രാമിൽ ആ വീഡിയോ പങ്കുവെക്കുകയും നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനോവിഷമം തീർച്ചയായും ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മനോവിഷമത്തിൽ അദ്ദേഹം ജീവനെടുക്കുകയും ചെയ്തു. കൊന്നു കളഞ്ഞില്ലടി നായിൻ്റെ മോളെ എന്നാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. കാരണം അത്രയ്ക്കും അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് അമ്മയാവട്ടെ അല്ലെങ്കിൽ ഉമ്മയാവട്ടെ അതിൻ്റെ ഭാര്യയാവട്ടെ മക്കളാവട്ടെ അവർക്കെല്ലാം എന്ത് ഉത്തരം നീ കൊടുക്കുമെന്നാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നിനക്ക് വേണ്ടത് ഷെയറും ലൈക്കും റീച്ചും സബ്സ്ക്രൈബറും എല്ലാം ആയിരുന്നു. പക്ഷെ അതെല്ലാം നിനക്ക് കിട്ടിയില്ലേ? ഇനി ഇദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് നീ തൃപ്തി അടഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി കൂടി നീ ചെയ്തു കൊടുക്കണം. കാരണം അത്തരത്തിൽപ്പെട്ട ഒരു കുടുംബം അവിടെ കാത്തിരുന്ന് വാവിട്ട് കരയുന്നുണ്ട്. എന്തുത്തരമാണ് നിനക്ക് അവരോട് പറയാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ സ്ത്രീ ആദ്യമായിട്ട് പങ്കുവെച്ച വീഡിയോൻ്റെ സൈഡിൽ കൊടുത്ത ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു: ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോടുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു. അത് അയാൾ കണ്ടിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൈഡിൽ കൊടുക്കുന്ന വീഡിയോ സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിക്കണം. അദ്ദേഹം ആ വീഡിയോ കണ്ടിരുന്നു. അത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ഒരു കാര്യത്തോടു കൂടിയാണ് അദ്ദേഹം അതിൻ്റെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ വീഡിയോ ഓണാക്കി വീഡിയോ എടുക്കുന്നത് കണ്ടാൽ ഒരു മനുഷ്യനും ഒരിക്കലും തീർച്ചയായിട്ടും ആ പ്രവൃത്തി തുടരുകയില്ല. അത് തന്നെ കള്ളത്തരമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വീഡിയോ ഓൺ ചെയ്തത് അയാൾ കണ്ടിരുന്നു. പക്ഷേ അങ്ങേര് അവസരങ്ങൾ കാത്തു നിന്നുകൊണ്ടേയിരുന്നു. ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എൻ്റെ നേരെയും വന്നു എന്നാണ് ആ യുവതി അതിൽ ക്യാപ്ഷനായിട്ട് കൊടുത്തത്. ഒരിക്കലും അദ്ദേഹം വന്നതല്ല. ഈ യുവതി അങ്ങോട്ട് പോയിട്ട് മാറിടം ടച്ച് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുത്തതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും ആൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നാണ് ആ സ്ത്രീ അവിടെ ക്യാപ്ഷനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് കൊടുത്തത്. ഒരിക്കലും അദ്ദേഹത്തിനോട് ഒരു വാക്ക് പോലും ആ സ്ത്രീ അവിടുന്ന് ചോദിക്കുന്നത് നമ്മളാരും കണ്ടില്ല. അദ്ദേഹം ഇറങ്ങി ഓടുന്നതും നമ്മൾ കണ്ടില്ല. മാന്യമായ രീതിയിൽ ബസ് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയപ്പോൾ സ്റ്റോപ്പിലേക്ക് അദ്ദേഹം മാന്യമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഈ മാന്യ അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ എന്നാണ് ആ യുവതി പങ്കുവെച്ചത്. പക്ഷേ ആ മാന്യ അദ്ദേഹത്തെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിന്റെ മുഖം കൂടി എല്ലാവരും അറിയണം. കാരണം നാളെ നീയും അറിയപ്പെടണം. കാരണം നീ ഒരു കൊലപാതകിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത്രയ്ക്കും വലിയ ഒരു തെറ്റാണ് നീ ചെയ്തത്. കാരണം നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി നമ്മൾ അതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങളത് പങ്കുവെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിയമത്തിൻ്റെ നടപടിയിലൂടെ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം കണ്ടെത്താമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. എന്നിട്ട് പോട്ടെ, നിങ്ങളിത് പങ്കുവെക്കുകയാണ്, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ നിങ്ങൾക്ക് ആ മനുഷ്യൻ്റെ മുഖമെങ്കിലും ഒന്ന് ബ്ലർ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് ഇടാമായിരുന്നു. ആ മനുഷ്യത്വം പോലും നീ അവിടെ കാണിച്ചില്ല. അതുകൊണ്ട് റീച്ചാണ് നിൻ്റെ ഉദ്ദേശം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ നീ കാണിച്ച വീഡിയോ എവിടെയും മോശകരമായിട്ട് ആ മനുഷ്യൻ സ്പർശിക്കുന്നത് ഒന്നും തന്നെ ഞങ്ങൾക്കാർക്കും കാണാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ നീ അങ്ങോട്ട് പോയി നിന്ന് കൊടുത്തത് കൊണ്ട് അദ്ദേഹം തിരിയുന്ന സമയത്ത് നിന്റെ ദേഹത്തൊന്ന് തട്ടി. അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹം അറിയാതെയാണ് എന്ന് ഈ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഈ ഒരു വീഡിയോ പങ്കുവെച്ചതിന് ശേഷം വളരെ വലിയ മാനസിക പീഡനം അദ്ദേഹം അനുഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും മുഖം കാണാൻ പോലും ഇല്ലാത്ത കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവൻ ഒടക്കിക്കളഞ്ഞത്. തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദി നീ മനുഷ്യ പിശാച് എന്ന് പറയുന്ന നീ ഒരു പെണ്ണ് മാത്രമാണ് എന്ന് ഞാൻ വീഡിയോ ലാഭംഗമായിട്ട് പറയുകയാണ്. അതിനുശേഷം ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയതിന് ശേഷം ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പങ്കുവെച്ചു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ. ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ കൊടുത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്. അവരുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അവരുടെ പ്രൊഫൈലാണ് ഞാൻ ഈ വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. സൈക്കോളജിസ്റ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എത്തരത്തിൽപ്പെട്ട ഒരു സൂക്കേടോ എത്തരത്തിൽപ്പെട്ട ഒരു കാര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു അസുഖമായിട്ട് കാണാനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുക. കാരണം നിങ്ങൾ അത്രയ്ക്കും പഠിച്ച ആൾക്കാരാണ്. നിങ്ങൾ അത്രയും ഒന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾക്കതിന് വേണമെങ്കിൽ കോയിത്തരമെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിരിക്കും ഞങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ഒരു പേഷ്യൻ്റായിട്ട് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും അതിനു വേണ്ട ചികിത്സയായിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ചികിത്സിച്ചതല്ല, നിങ്ങൾ കൊന്നു കളഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ ലോകത്തില്ലെങ്കിൽ നാളെ മറ്റൊരു ലോകത്ത് തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് തന്നെ വരും. നിനക്ക് സൈക്കോളജിസ്റ്റ് എന്നുള്ള പേരിനേക്കാൾ നല്ലത് കൊലപാതകി എന്നുള്ള പേര് തന്നെയാണ് ചേരുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നാളെ ഞാൻ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പറയുകയല്ല. തീർച്ചയായിട്ടും നാളെ നിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മരണത്തിൻ്റെ വില എന്ത് എന്ന് തീർച്ചയായിട്ടും നീ അറിയുന്ന ഒരു ദിവസം നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് നിനക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ നാട് മൊത്തം തേങ്ങുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. എനിക്കറിയില്ല ആ കുട്ടി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ എന്നാ അറിഞ്ഞത്. അങ്ങനെയാണെന്നല്ല, പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കണത്. പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോൾ ചേഞ്ച് ആവാണ്. അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ, ഇത്ര റീച്ച് കിട്ടുമല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 2.3 മില്യൺ അവർക്ക് റീച്ച് കിട്ടിയത്. 2.3 മില്യൺ വ്യൂസാണ് കിട്ടിയത്. ഇല്ല, അവനും പുള്ളി ഇല്ല എന്നോട് പറഞ്ഞു. അവന് എന്തെങ്കിലും അവൻ്റെ സംസാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അറിയൂ. അവൻ എന്നോട് ഷെയർ ചെയ്തിരുന്ന ഇത് കാര്യം. കാരണം ഞാനാണ് അവനെ അറിയിച്ചത് ഈ കാര്യം. ഫസ്റ്റ് ഞാൻ മെഞ്ഞാന്നിൻ്റെ വൈഫ് അവരിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടിട്ട്, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമൊന്നും ഞങ്ങളാരും നോക്കണമെന്നില്ല. അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദീപകണ്ഠ പോലത്തെ ഒരാളെ കണ്ടിക്കണ്, എന്താ സത്യം എന്താണെന്ന് വെച്ചിട്ട് അവനാവൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല അവനങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കൂല. ഇത്രയും കാലം ഞാൻ അവൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ പോകാത്ത നാടുകളിൽ, നമ്മളെല്ലാം അധിക ഏരിയകളിൽ ഒരുമിച്ച് പോകണ റിസോർട്ട് എടുക്കാൻ താമസിക്കുന്നതാണ്. ഞങ്ങളാരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനത്തെ ഒരു വേണ്ടത്തെ രീതി ചിന്തിച്ചിട്ടും ഇല്ല ഇതുവരെ. അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവനാവല്ല. പിന്നെ അവളെ കാണിച്ചെന്നാൽ ഞാൻ എനിക്ക് താല്പര്യമില്ല. കാണാം, ഒന്നാമത് ഞാൻ ടയർഡായിരുന്നു മെഞ്ഞാന്ന് രാത്രി. അപ്പോൾ ഓക്കെ എന്നാണ് കിടന്നത്. പക്ഷേ എനിക്കിത് മനസ്സിങ്ങനെ അലട്ടഞ്ഞ അവനാണോ എന്നുള്ളൊരിത് മനസ്സിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, നീ പോയിനടാ അവിടെ പയ്യന്നൂരോ കണ്ണൂർ അവിടെ ഇവിടെ പോയിനോ എന്ന് വെച്ചിട്ട് പറഞ്ഞാടാ ഞാൻ അങ്ങനെ പോയിനു എന്തേന്ന് വെച്ചു. അവനിങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നീയാണ് അതിൽ ഇതായിട്ട് കാണിക്കണതുള്ളത്. വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ ഇന്നവരെ കണ്ടിട്ട് ഇപ്പോഴും കണ്ടിട്ടില്ല, ഫുള്ളും കണ്ടിട്ടില്ല, ജസ്റ്റ് കണ്ടത് നല്ലത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ടയേർഡായിരുന്നു, ഞാനിങ്ങനെ ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല, വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നീ ആ വീഡിയോ ഒന്നും ഇങ്ങോട്ട് അയക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് ഷെയർ ചെയ്ത്, അവൻ കണ്ട അറിയണമല്ലോ എന്താ കാര്യം, ഞങ്ങളെ മേലെ ഒരു അക്യൂസ് വരുമ്പോൾ നമ്മൾ അറിയണമല്ലോ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അവൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞത് നമുക്ക് കണ്ടെന്താ തോന്നണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി നിങ്ങൾ കേട്ടു കാണും. അദ്ദേഹമാണ് ആദ്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയായിരുന്നു, ഇത് ദീപക്കേട്ടനല്ലേ എന്ന കാര്യത്തിൽ. അദ്ദേഹം
തീർച്ചയായിട്ടും അത് കാണാൻ പോലുള്ള മനസ്സ് അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തീർത്തും വീഡിയോ പോലും അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം കണ്ട സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഈ കുട്ടി ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഇത് കണ്ടത്. ഒരു ദിവസം കൊണ്ട് തന്നെ മില്യൺസ് കണക്കിന് വ്യൂവേഴ്സാണ് ആ വീഡിയോക്ക് വന്നത്. അതിനുശേഷം ആ വീഡിയോ പെട്ടെന്ന് പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ അത് ഡിലീറ്റ് ആക്കിയതിനു ശേഷം ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് സ്ത്രീ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. തീർച്ചയായിട്ടും ഈ സ്ത്രീയെ തീർച്ചയായിട്ടും ഇപ്പോൾ കൊലക്കുറ്റത്തിനെതിരെ ആ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് ഇപ്പോൾ നമ്മൾ രാഹുൽ ഈശ്വർ മെൻസ് കമ്മീഷൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മുടെ പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഇതിവിടെ വെച്ച് തീർക്കുമെന്ന് അല്ലെങ്കിൽ നിൽക്കുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട. കാരണം വരും ദിവസങ്ങളിലും വരും. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു കേസുകളുടെ ഒരു പരമ്പര തന്നെ ഏതാനും ദിവസങ്ങളായി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നല്ല രണ്ടല്ല, ഇപ്പോൾ ഈ മാസം തന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽപ്പെട്ട റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമം പെട്ടെന്ന് തന്നെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽപ്പെട്ട് മുഖം വരെ കാണിച്ചുകൊണ്ട് ഇത്തരം നമ്മുടെ സഹോദരിമാർ രംഗത്ത് വരുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കണ്ണിൽ പോയിട്ട് അതിന് പരിഹാരം കാണാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തുന്ന ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വ്യക്തികളെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ നിയമത്തിൻ്റെ കണ്ണിലായാലും സമൂഹത്തിൻ്റെ കണ്ണിലായാലും വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് തടയിടാൻ വേണ്ടി സാധിക്കൂ.